ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വക്താവായ ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ വാർത്ത ഇറാൻ തന്നെയാണ് സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി തന്നെ ഇറാന്റെ നേതാക്കളെ ഓരോന്നായി തന്നെ ലക്ഷ്യം വെച്ച് ഇല്ലാതാക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. ഇറാൻ ഭരണകൂടത്തെ കൂടുതൽ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ അണിയറയിൽ ഇസ്രയേലും യുഎസും തയ്യാറാക്കുകയാണ്. പുലർച്ചെയുണ്ടായ യുഎസ് ഇസ്രയേൽ ആക്രമണത്തിലാണ് നൈനി കൊല്ലപ്പെട്ടത്. യുഎസിനും ഇസ്രായേലിനുമെതിരെയുള്ള നൈനിയുടെ പരാമർശങ്ങൾ അവിടെ മാധ്യമങ്ങളിൽ വന്ന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ മരണശേഷം യുഎസ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിയൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിരവധി നേതാക്കൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഒറ്റയാഴ്ചക്കിടെ തന്നെ ഇറാന് നഷ്ടമായിരിക്കുന്നത് ഇവിടെ 4 ഉദ്യോഗസ്ഥരെയാണ്. നാലാമത്തേതാണ് അലി മുഹമ്മദ് നൈനി. അതേപോലെ തന്നെ അലി ലെരിജാനി, ഗൊരങ്ഡെ സുലൈമാൻ, ഉസ്മൈൽ ഖത്തേബ് എന്നിവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മറ്റ് ഉദ്യോഗസ്ഥർ, അതായത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ. അതിനിടെ തന്നെ ഇസ്മൈൽ ഖത്തേബിന്റെ മരണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനി അവിടെ വലിയ രീതിയിൽ അനുശോചനം അറിയിച്ചിരുന്നു. ശത്രുക്കൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വം ഇല്ലാതാക്കുകയാണ് എന്നതാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെൻഷ്കിയൻ അയച്ച സന്ദേശത്തിൽ മുജ്തബ ഖൊമേനി ആവശ്യപ്പെട്ടത്. യുദ്ധം 21-ാം ദിവസത്തിലേക്ക് കടക്കവേ തന്നെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. പശ്ചിമേഷ്യയിലൂടെ തന്നെ പല ഭാഗങ്ങളിലും ബഹ്റൈനിലും ഇസ്രയേലും വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ നടത്തിയിരിക്കുകയാണ്. അതേസമയം ഇറാനിലെ സൗത്ത് പാഴ്സ് ഗ്യാസ് പാടം ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം സംഘർഷം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. പ്രതികാര നടപടിയിലേക്ക് നയിച്ചതും കൂടുതൽ ഊർജ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന ആശങ്കയും ഇപ്പോൾ ഇത് ഉയർത്തിക്കാട്ടുകയാണ്. ആഗോള ഊർജ കയറ്റുമതിയുടെ പ്രധാന പാതയായ തന്ത്രപരമായി തന്നെ നിർണായകമായ ഹോർമുസ് കടൽ ഇടുക്കിലൂടെയുള്ള വിതരണം തടസ്സപ്പെടുത്തി അതിനെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഇപ്പോൾ എണ്ണവില വലിയ രീതിയിൽ കുത്തനെ കുതിക്കുന്നതായി തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ മറ്റൊരു ആക്രമണം കുവൈറ്റിന്റെ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെ ഇറാനിയൻ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതായി തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇസ്രയേലിലുടനീളം തന്നെ തീപിടുത്തം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് പോലും ഇതിലൂടെ നൽകുകയും അതേസമയം ഈ പേർഷ്യൻ പുതുവത്സര ആഘോഷത്തിനിടെ ടെഹ്റാനിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായി തന്നെ വ്യക്തമാക്കുന്നു. ഇസ്രയേൽ ആക്രമണങ്ങളിൽ സ്ഫോടനങ്ങൾക്ക് കാരണമാവുകയും 3 ആഴ്ചയ്ക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടത്തുകയും സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് പിടിച്ചു കുലുക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇറാൻ ഗൾഫ് ഊർജ അടിസ്ഥാന സൗകര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഒരു മാറ്റവുമില്ലാതെ തന്നെ ഇത്തരത്തിൽ അറബ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ മണിക്കൂറുകൾ ഇടവിട്ടുള്ള ആക്രമണങ്ങളാണ് അവിടെ നടത്തുന്നത്. അടിയന്തര സംഘങ്ങൾ അവിടെ ഇത് അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുന്നു. പ്രതിദിനം ഏകദേശം 7 ലക്ഷത്തിലധികം ബാരൽ എണ്ണ അവിടെ സംസ്കരിക്കാൻ ശേഷിയുള്ള സൗകര്യത്തിന് നേരെയാണ് ഇതിനോടകം തന്നെ അവിടെ ഇറാൻ ആക്രമണം നടത്തിയതായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.